എവരിവൺ, വെൽക്കം ബാക്ക് ടു റംഷാസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു ഔട്ട്ഡോർ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പം പോകുന്നത് മദീനയിലെ ലേഡീസ് സൂക്കായ കൂബ സൂക്കിലേക്കാണ്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. Müthiş köçekler, klipler Ercan Haklı ile. നമ്മൾ ലേഡീസ് സൂക്കിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം വൈകിട്ട് സമയം 6 മണിയായിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് കാണാം ഇവിടുത്തെ എന്തൊക്കെ കാഴ്ചകളാണുള്ളതെന്ന്. ഓക്കെ, സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. Çalga en müthiş köçekler, klipler Ercan Haklı ile. നമ്മുടെ ലേഡീസ് സൂക്ക് 2 സെക്ഷനായിട്ടാണുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ് സെക്ഷനിൽ തുടങ്ങിയിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് വരാം. അപ്പം ഓൺ ദ വേയിൽ തന്നെ ഇവിടെ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ നമുക്ക് കാണാം സ്കേറ്റിംഗ് ആണ് അവർ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ അവർ അതിൻ്റെ പോയിൻറ്റ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നോക്കാം.
ഈ ഒരു സെക്ഷനിലൊക്കെ ജ്വല്ലറികളാണ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ കടകളിൽ നമുക്ക് കാണാൻ കഴിയാം. അപ്പോൾ ഒരുപാട് പേര് എന്താണ് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ല റേറ്റൊക്കെയാണ് എങ്കിലും കൂടെ അതൊന്നും വിലവെക്കാതെ തന്നെയാണ് എല്ലാവരും പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ഡ്രസ്സിങ്ങിൻ്റെ ഏരിയാസാണ് കാണാൻ കഴിയുന്നത്. അപ്പം വെഡ്ഡിങ് പാർട്ടീസിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സിങ്സാണ് ഉള്ളത്. ഗൗൺ ടൈപ്പൊക്കെ ഉള്ള മോഡൽസൊക്കെ. അപ്പോൾ ഈ ഒരു സെക്ഷനിലേക്കുള്ള ജ്വല്ലറികളും ഗൗണും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. 3 റിയാലാണ്. ഏത് പ്രൊഡക്റ്റ് ആയാലും 3 റിയാൽ എന്നുള്ള രീതിയിൽ ഓഫർ വെച്ചിട്ടുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വെറൈറ്റീസ് ഓഫ് എന്താണ് ആർട്ട് വർക്കിനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ അതിന് വേണ്ട മെറ്റീരിയൽസൊക്കെ ഉള്ളൊരു ഷോപ്പാണ്. അപ്പം വളരെ മനോഹരമായിട്ട് തന്നെ ഫ്ലവേഴ്സൊക്കെ കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ശരിക്കൊരു പ്ലാസ്റ്റിക്കാണ്. തൊട്ട് നോക്കുമ്പോൾ അതൊരു പേപ്പർ ടൈപ്പാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആർട്ട് വർക്കിനൊക്കെ പറ്റിയിട്ടുള്ള പിന്നെ ജൂട്ടിൻ്റെ ത്രെഡ്, അതേപോലെ ബാക്കിയുള്ള ഡെക്കറേഷൻ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ഞാൻ 2 ബോട്ടിലും അതേപോലെ ലൈനറൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് അവിടുന്ന്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് ഇവിടെ ഒരാൾ ചിത്രം വരക്കുന്ന കാഴ്ച കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അയാളുടെ വർക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അയാളുടെ വർക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് എൻ്റെ കയ്യിലുള്ള സാധനം അവിടെ വെച്ചിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ മൂപ്പര് ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ചിത്രങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ അദ്ദേഹം ഒരു പെണ്ണിൻ്റെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി വരച്ചിരിക്കുന്നത് ഇപ്പം ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഇപ്പോൾ പലരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് അയാളടുത്ത്. Can I take photos? Photo. Photo. ഒറിജിനാലിറ്റി തോന്നുന്ന തരത്തിലുള്ള പിക്ചേഴ്സാണ്. വെറും പെൻസിൽ യൂസ് ചെയ്താലും നല്ല ഭംഗിയുണ്ട്. Çalga en müthiş köçekler, klipler Ercan Hatlı ile. ഇവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പിക്ചേഴ്സൊക്കെ ഓരോരുത്തരായിട്ട് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ എന്താണ് വർക്കിംഗ് ടൂൾസാണ് നമുക്ക് ഈ ബോക്സിൽ കാണാൻ കഴിയുന്നത്. ഒരു ഫോട്ടോ എന്താണ് മൊബൈലിൽ നോക്കിയിട്ട് അയാളുടെ പിക്ചർ വരച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കാം. എൻ്റെ അടുത്ത് അവരുടെ അടുത്ത് പെർ പിക്ചർ എത്ര റേറ്റ് എന്നുള്ളത് ചോദിക്കാൻ പറ്റുമോ. അവിടുന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ഓർത്തത്. വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം വരച്ച് കാണിക്കുന്നുണ്ട്. ഞാൻ മറ്റൊരു ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആർട്ട് വർക്കിൻ്റെ സാധനങ്ങളാണ്. ഇപ്പം നമുക്കറിയാം എല്ലാ ഷോപ്പുകളിലും ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്തതിന് ശേഷം ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഹാൻഡ് ഗ്ലൗസും കൂടെ തരും. ചില കടകളിൽ ഗ്ലൗസ് ഇല്ല, ഹാൻഡ് സാനിറ്റൈസർ മാത്രമേ യൂസ് ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് കാണാം വ്യത്യസ്തമായിട്ടുള്ള ലേസുകളും അതേപോലെ ഡാൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ല അതേപോലത്തെ ബെൽറ്റുകളൊക്കെ ഇവിടെ കാണാം. അപ്പം നല്ല മനോഹരമായിട്ട് തന്നെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഒരുപാട് എന്താണ് സ്റ്റോൺസും അതേപോലെ ഇതിന് നമുക്ക് ഡ്രസ്സിലൊക്കെ ഫിക്സ് ചെയ്യാൻ തരത്തിലുള്ള ടൈപ്പ് ലേസുകളൊക്കെ കാണാം. ഇതൊക്കെ ഡ്രസ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈപ്പിലുള്ള മെറ്റീരിയൽസാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ എന്താണ് വെഡ്ഡിങ് ഗൗൺസൊക്കെ ഉള്ള ഷോപ്പിലാണ് ഉള്ളത്. അപ്പം വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല റേറ്റ് കൂടിയ ഐറ്റംസൊക്കെ കാണാം. അപ്പം ഗൗണുകൾ വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയലുകളിലൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പം ഇവിടെ റെൻറ്റിനും അതേപോലെ തന്നെ ഓൺ ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ നെക്ലേസും കാര്യങ്ങളൊക്കെ അതേപോലെ ബൊക്കെയൊക്കെയാണ്. അതിൻ്റെ ഔട്ടർ പോർഷൻ അവിടെയാണുള്ളത്. അപ്പം ഇവിടെ തന്നെ എന്താണ് അതിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്, അവർ ഓർഡർ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മറ്റൊരു കടയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ടൈമായി, ഏകദേശം ക്ലോസ് ചെയ്യാനായി. അപ്പോൾ ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് റൗണ്ട് ചെയ്ത് വരാം എന്നുള്ള രീതിയിൽ കെയർ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ കുറേ എന്താണ് ഫാൻസി ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് കാണാം വളരെ മനോഹരമായിട്ടുള്ള റിങ്സും അതേപോലെ നെക്ലേസസും ഒക്കെ കാണാൻ കഴിയാം. അപ്പം നെക്ലേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഈ ഒരു സെക്ഷൻ ഇയറിങ്സ് ഒക്കെയാണ്, അതേപോലെ പോണീസ് അതൊക്കെയാണ് കാണാൻ കഴിയുന്നത്. ബാംഗിൾസ് അതേപോലെ വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇയറിങ്സ് ആണ്, വെറൈറ്റി ഇയറിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ വാച്ചിൻ്റെ സെക്ഷനാണ്. നല്ല മനോഹരമായിട്ടൊക്കെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ ഉള്ള ഒരു ഐറ്റംസ് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു സെക്ഷനിലേക്കൊക്കെ എത്തുമ്പോൾ ടോയ്സ് ആണുള്ളത്. അപ്പം കുട്ടികളുടെ ടോയ്സ് സെക്ഷൻസ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ മൂവ് ചെയ്യാം. ഇപ്പോൾ ടോയ് സെക്ഷനിലൊന്നും ഞാൻ അധികമൊന്നും നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വന്നേ ഉള്ളൂ. ഇനി നമുക്ക് ആർട്ട് ക്രാഫ്റ്റിനൊക്കെ പറ്റിയ ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ തൂവലൊക്കെ കാണാം, മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ കാണാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. റേറ്റ് ഒന്നും എത്രയൊന്നും അറിയില്ല, ഞാൻ നോക്കിയില്ല അതൊന്നും. എന്തായാലും ടൈം ആവാറായി. ഇപ്പോൾ അവർ കട ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തിടാമെന്ന് വിചാരിച്ചു. റേറ്റുള്ള സാധനം കേട്ടോ, 7 റിയാൽ, 2 റിയാൽ, 3 റിയാലൊക്കെ പറയുന്നത് കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ വളരെ റേറ്റ് കുറഞ്ഞ സാധനമാണ്. ചാക്കോലൊക്കെയാണ് കേട്ടോ ഇത്. അതുപോലെ ആർട്ട് വർക്കിന് ജൂട്ട് ഇതൊക്കെ ആയിട്ടുള്ള നമുക്ക് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. പക്ഷെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. അതിനൊക്കെ വ്യത്യസ്ത കളറിലുള്ള തൂവലുകൾ. ഇവിടെ നമുക്ക് പക്ഷിയുടെ തൂവലെടുത്തിട്ടുണ്ടെങ്കിൽ കളർ ചെയ്ത് കൊടുക്കാൻ മരത്തിൻ്റെ ആർട്ട് കണ്ടല്ലേ, നല്ല ഭംഗിയല്ലേ. സിമ്പിളായിട്ടുള്ള സാധനമാണ്, പക്ഷെ നല്ല 15 റിയാൽ. കട ക്ലോസ് ചെയ്യാൻ വേണ്ടി അവർ നമ്മളോട് പുറത്തിറങ്ങാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതാ 3 പേര് ഇവിടെ ഇരിക്കുകയാണ്. ഒരാളെന്തോ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്, മറ്റേ ആളെന്നെ കണ്ടപ്പോൾ ചാടിപ്പോയി. ഒരാൾ നല്ല ഫുഡ് അടിയിലാണ്. ടൈം കൊണ്ട് കടകളൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പാത്രങ്ങളുടെ ഒക്കെ കടകളാണ്, കിച്ചൺ യൂട്ടൻസിൽസൊക്കെ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനിയുള്ളത് ഡെക്കറേഷൻ ആർട്ട്, എന്താണ് നമ്മുടെ വെഡ്ഡിങ് ഡെക്കറേഷൻസിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ളിൽ കയറിയിട്ടില്ല, കാരണം കട ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് പുറത്തു നിന്നുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ്, നല്ല റേറ്റ് ഉണ്ടാവും. ഇത് നമ്മുടെ ഇവിടുത്തെ പാർക്കിംഗ് സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയ സൂക്കിലൊക്കെ വരികയാണെങ്കിൽ പാർക്കിംഗ് സെക്ഷൻ എന്തായാലും വേണമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഓപ്പൺ, അതായത് പെയ്ഡ് അല്ല നോൺ പെയ്ഡ് പാർക്കിംഗ് സെക്ഷൻസാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ചില ടൈം ആയതുകൊണ്ട് എല്ലാവരും മസ്ജിദിൽ പോകുന്ന തിരക്കിലായി. ഇപ്പോൾ കാലിയായിട്ടുണ്ട്, റോഡൊക്കെ ഏകദേശം കാലിയായിട്ടുണ്ട്. ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളൊരു ഡ്രസ്സിൻ്റെ ഷോപ്പിൽ കയറി നോക്കിയതാണ്. അപ്പോൾ ഇവിടെ എന്താണ് റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് ഇവിടെ കാണുന്നത്. കിഡ്സ് വെയർ ഉണ്ട്, അതേപോലെ ലേഡീസ് ജെൻസ് എല്ലാം ഒരു ടെക്സ്റ്റൈൽ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ടോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.
ഞാൻ അവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്നുള്ള രീതിയിൽ റൗണ്ട് അടിച്ച് വരികയാണ്. Çalga en müthiş köçekler, klipler Ercan Haklı ile. അബായയുടെ ഷോപ്പാണ്. അപ്പോൾ അവിടെ നല്ല ഷോളുകളൊക്കെ ഉണ്ട്. പക്ഷേ സാധാരണ പുറത്തുള്ള ഷോളുകളെക്കാട്ടും നല്ല റേറ്റ് ഉണ്ട്. നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് താനും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അബായ കളക്ഷൻസൊക്കെ. ഒരുപാട് അബായാസൊക്കെ ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഇവർ ഒരു റേറ്റൊക്കെ പറയും. അപ്പം നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഭയങ്കര റേറ്റ് കൂട്ടി പറയും. ആൾക്കാരൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഹാജിമാരൊക്കെ ആണെങ്കിൽ ഇവർ നല്ലോണം തട്ടിപ്പെടുക്കും കേട്ടോ. അപ്പം നല്ലോണം ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റണം ഇവിടുന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഓരോ കടകളായിട്ട് ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരാൾ നല്ല ഉറക്കിലാണ്. അപ്പോൾ ഞാനൊന്ന് വിളിച്ചപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കി. അപ്പം ഇവർ വീണ്ടും കിടന്നുറങ്ങി. ഒന്നും കൂടെ ഉണർത്തിയപ്പോൾ ഒന്ന് നോക്കി. ആൾക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്, ആളുറങ്ങുകയാണ്, ഉറങ്ങാൻ പോവുകയാണ്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ സൂക്കുകളൊക്കെ ഒന്ന് സൈലൻ്റ് ആയിട്ടുണ്ട്. അപ്പം ചില കഴിഞ്ഞാലേ ഇനി വീണ്ടും റീ ഓപ്പണായി ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതാ ഇവിടെയൊക്കെ ഷോപ്പുകൾ ഈ ഒരു സെക്ഷൻ മൊത്തം അബായ സെക്ഷനാണ് കേട്ടോ. നമ്മളിപ്പോൾ സെക്കൻഡ് ഏരിയയിലാണ് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ 2 സെക്ഷൻസാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഇവിടെ കയറിയിട്ട് അബായകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. ഒരു രസമുണ്ടല്ലോ, വളരെ മനോഹരമായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഇത്. അത്യാവശ്യം നല്ല റേറ്റ് തന്നെ അവർ പറയും. ഇപ്പം നമ്മൾ ബാർഗെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ കടകളുടെ ഒക്കെ ഒരു പ്രത്യേകത. ഇപ്പം നമ്മൾ ബൾക്കായിട്ട് ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർ നല്ല ഡിസ്കൗണ്ടൊക്കെ തരും കേട്ടോ. അപ്പോൾ സ്ഥലം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം എല്ലാവരും പുറത്തിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതാ നമ്മൾ കുറച്ച് മക്കൾ ഇവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ്. അപ്പം ഇവിടെ റെഡും ഗ്രീനും ആയിട്ടുള്ള ജ്യൂസൊക്കെ നല്ല മഴ പെയ്യുന്ന പോലെ ആക്കി വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഊത് ഷോപ്പിൻ്റെ പുറത്തൊക്കെ അവർ ഊത് കത്തിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. ഇതെനിക്ക് തോന്നുന്നു ഡെക്കറേഷൻ ഷോപ്പാണ്. കാരണം ഇവിടെ ബൊക്കെയൊക്കെ ഇങ്ങനെ പുറത്ത് കാണാം. ഷോപ്പ് ഇപ്പോൾ അടച്ച് ഇട്ടിരിക്കുകയാണ്. ഇനി ചില കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ റീ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ബൊക്കേസൊക്കെ ഇവിടെ കാണാം. അത്യാവശ്യം നല്ല റേറ്റുള്ള ബൊക്കേസാണ് ഇതൊക്കെ. ഇനി അടുത്തത് വെഡ്ഡിങ് ഗൗൺസ് ഏരിയ തന്നെ വീണ്ടും വന്നിട്ടുണ്ട് ഈ ഒരു സെക്ഷനിൽ. അപ്പം ഇവിടെ നല്ല നമുക്ക് ഇവിടെ കാണാൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒക്കെ വൈറ്റാണ്. കളേഴ്സ് ആയിട്ടുള്ളതൊക്കെ ഭയങ്കര റെയർ എന്നൊന്നും പറയാനില്ല. ആകെ ഒറ്റ പീസ് അങ്ങനെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ വൈറ്റാണ് കാണാനുള്ളത്. അപ്പം കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്ഥലമായതുകൊണ്ട് അടച്ചിട്ടുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലോർ മൊത്തം ഗൗണാണ്. അതേപോലെ അവിടെ നെക്ലേസ്, അതേപോലെ ഇതിൻ്റെ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 2 ലേഡീസ് ഇവിടെ ഇരുന്നിട്ട് അവർ വാങ്ങിച്ച കോസ്റ്റ്യൂംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ അവരധികം
ഫോക്കസ് ചെയ്തില്ല. സൗദീസാണ്, അപ്പോൾ അവർ ഇഷ്ടപ്പെടില്ല വീഡിയോസൊന്നും ഇതാവുന്നത്. അതുകൊണ്ട് ഞാൻ അവരെ ഷൂട്ട് ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അവിടെ കണ്ടില്ല അവർ ഊതിൻ്റെ ഒക്കെ ഷോപ്പിൽ പുറത്ത് കത്തിച്ച് വെച്ചത്, അതുപോലെ ഇവിടെയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് 50% എന്നൊക്കെ. അപ്പുറത്തെ സൈഡിലെ ലേഡീസൊക്കെ ഫുഡ് ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെക്കറേഷൻ, അതായത് നമ്മളെ വെഡ്ഡിങ് പാർട്ടീസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഓൺ ദ വേയിൽ ബാഗ് കാണാം. അപ്പം നമ്മൾ പാർട്ടീസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസാണ് ഇവിടെ കാണുന്നത്. അപ്പം ക്ലോസ് ചെയ്തുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് തന്നെ ഉള്ള ഒരു വീഡിയോസാണ് ഇത്. അപ്പോൾ ഇവിടെ 2-3 ഷോപ്പുണ്ട്. ഇപ്പോൾ ഇതേപോലെ എന്താ പറയുക വെഡ്ഡിങ്, അതേപോലെ സ്റ്റേജ് ഡെക്കറേഷൻസിനൊക്കെ പറ്റിയ ഐറ്റംസ് ഉള്ള കടകളാണിത്. നല്ല മനോഹരമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതാ ഈ ആർക്കാണ് കേട്ടോ. ആ തൂവൽ പോലെയുള്ള ആർക്കാണ് ഇഷ്ടമായത്. AC-യുടെ കാറ്റുണ്ടാകാൻ തോന്നുന്നുണ്ട്, അത് കുറച്ച് ഷെയ്ക്കാവുന്നുണ്ട്. ഇപ്പോൾ സ്ഥലം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വരികയാണ്. Çalga en müthiş köçekler, klipler Ercan Haklı ile. ബുക്കൊക്കെ കവറായപ്പോൾ നമ്മൾ സിറ്റിംഗ് ഏരിയയിലാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എന്താണെന്ന് വെച്ചാൽ വെള്ളവും അതേപോലെ ലൈറ്റൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുള്ള ഡാൻസ് പോലെ വാട്ടർ ഡാൻസൊക്കെ പോലെ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ അത് ക്ലോസ് ചെയ്ത് ഇട്ടിട്ടുള്ളത്, വർക്കിംഗ് അല്ല. സാധാരണ വളരെ മനോഹരമായിട്ട് ഇവിടുന്ന് കുട്ടികളൊക്കെ റെയിൻ ഡാൻസ് പോലെയൊക്കെ കളിക്കുന്നൊക്കെ കാണാം. ഇന്നിപ്പോൾ അതൊന്നുമില്ല. അപ്പം നമ്മുടെ സൂക്കൊക്കെ ഏകദേശം കവറായി. അതേപോലെ ഇതിനിടയിലൊക്കെ ആയുർവേദ ഷോപ്പ്, അതേപോലെ നമ്മളെ സ്പൈസസിൻ്റെ ഒക്കെ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടൊന്നും അധികം അങ്ങനെ പോയില്ല. ഒന്നാമത് ചില ടൈം ആയതുകൊണ്ട് ഇത് കടകളൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് പോകാനുള്ള സമയമായപ്പോൾ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ലേഡീസ് സൂക്കിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷമുള്ള കുബ സൂക്ക് വിശേഷങ്ങളാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം കഴിഞ്ഞ് ഹർമിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ടേക്ക് കെയർ, ബി സേഫ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ടേക്ക് കെയർ. മറ്റൊരു വീഡിയോയിലൂടെ കാണും വരേക്കും. ബൈ ബൈ.